ഹലോ, ഇന്ന് നമ്മളൊരു ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോണേ. നമ്മളൊരു പരിപ്പ് കറിയാണ് വെക്കണത്. നമ്മൾ പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് സുക്കിനി അല്ലെങ്കിൽ കുറിച്ചത്തെന്ന് പറയുന്നതാണ്. അത് നമ്മളിവിടെ നല്ല വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് വെന്ത് വന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അതിന് ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പാർട്സ് കറിയും കൂടി ഒന്ന് വെക്കാം. നമ്മുടെ ചിക്കൻ പാർട്സ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കും. അപ്പോഴേക്കും നമുക്കതിനുള്ള മസാല വഴറ്റിയെടുക്കാം. നമ്മൾ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം ഒരു തക്കാളി നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന ചിക്കൻ പാർട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാം.